നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 ഓയൂരിൽ 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിനെ ഭാര്യ അനിതയും മകൾ അനുപമയും മുഖമൊന്നും മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കുമെന്നും തോന്നുന്നില്ല. ഈ ഒരു വിഷയത്തോടെ കേരളത്തിൽ കുട്ടികളുടെ വിഷയത്തിൽ കുറച്ച് ജാഗ്രതയൊക്കെ ജനം കാണിച്ചു തുടങ്ങിയിരുന്നു. ഒരു നാടോടി സ്ത്രീയെ കണ്ടാൽ പോലും നമുക്കൊക്കെ ഭയമായിരുന്നു. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാനാണോ എന്നൊക്കെ. കൊച്ചി കേന്ദ്രീകരിച്ച് ചിത്രത്തിലൊക്കെ ഒരു സംഘം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഇതൊരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ പുറത്തുവിട്ടിരുന്നു. കുഞ്ഞുകുട്ടികൾ എല്ലാവരുടെയും ഒക്കത്ത് കാണും. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ അർത്ഥബോധാവസ്ഥയിലോ ബോധമില്ലാതെയോ ഒക്കെ ആയിരിക്കും ഇവരുടെ കൂടെ കാണുക. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയം തോന്നും. ഇത്രയേറെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇവരുടെ കയ്യിലെത്തുന്നു എന്നുള്ളത്. ഈ 9 മാസമായ കുരുന്നുകളൊക്കെ പോലും ആളുകളെ കാണുമ്പോൾ കൈകൂപ്പി തൊഴുത് കാണിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം തോന്നും. ഈ കുഞ്ഞുങ്ങളൊക്കെ അവരുടേത് തന്നെയാണോ, അതല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഇത്രയേറെ പീഡിപ്പിച്ച് അവരെയൊക്കെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം ആ 9 വയസ്സായ കുഞ്ഞുങ്ങൾ പോലും 9 മാസമായ കുഞ്ഞുങ്ങൾ പോലും കൈ തൊഴുതുകൊണ്ട് ആ പൈസ യാചിക്കണമെങ്കിൽ അത്രത്തോളം ആ ക്രൂരമായ മർദ്ദനങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അത്രയേറെ ട്രെയിനിങ് അവർക്ക് കിട്ടുന്നു. ഒരു ദയയും ഇല്ലാതെയാണ് അവരെ തല്ലുന്നത്. ഈ ഒരു വിഷ്വലൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അടൂരിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരികയാണ്. KSRTC ബസ്സിലേക്ക് നാടോടി സ്ത്രീക്കൊപ്പം കയറിയ 3.5 വയസ്സുകാരി കണ്ടക്ടറുടെ കൃത്യമായ ഇടപെടലിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഒരു സംഭവം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിന് പോകുന്ന ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റിലാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അടൂരിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുട്ടിയും കൊണ്ട് ബസ്സിൽ കയറുന്നു. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഈ അനീഷിന്റെ, അതായത് കണ്ടക്ടറിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. അപ്പോൾ കണ്ടക്ടറുടെ സീറ്റിനരികിൽ കുട്ടി ഇടം പിടിക്കുകയും ചെയ്തു, അവിടെ ഇരിക്കുകയും ചെയ്തു. കുട്ടി മലയാളവും സ്ത്രീ തമിഴുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഈ കണ്ടക്ടർക്ക് ഒരു സംശയം തോന്നി, ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കണ്ടക്ടർ കടന്നു. കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് പന്തളത്തിനടുത്ത് ഇറക്കി വിടാമെന്ന് കരുതിയെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നതാകാമെന്ന സംശയം ഈ കണ്ടക്ടർക്ക്, അതായത് അനീഷിനുണ്ടാകുന്നു. ഇത് പന്തളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തി തുടർന്ന് സ്ത്രീയെയും കുട്ടിയെയും പോലീസിൽ ഏൽപ്പിച്ചു. അതായത് കണ്ടക്ടറിന്റെ സമയോചിതമായ ഇടപെടൽ, അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയം, അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ യാത്രക്കാരുടെ ബുക്കിംഗ് ഉള്ള ബസ് ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സമയം നിന്നില്ല, ബസ് മുന്നോട്ട് പോയി. അപ്പോൾ എന്തായാലും ഒരു കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. അത് തീർത്തും ആ കണ്ടക്ടറിന്റെ ഒരു ബുദ്ധിപരമായ നീക്കം കൊണ്ട് തന്നെയാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അഭിനന്ദനാർഹമായ ഒരു ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്. കോയമ്പത്തൂർ സ്വദേശിയാണെന്ന് സംശയിക്കുന്ന ദേവിയാണ് പോലീസിന്റെ കസ്റ്റഡി. 35 വയസ്സ് മാത്രമേ ഉള്ളൂ യുവതിക്ക്. അപ്പോൾ കോയമ്പത്തൂർ സ്വദേശി എന്ന് കരുതുന്ന ദേവിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ വ്യക്തമായ മൊഴി പോലീസിന് നൽകിയിട്ടില്ല. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കുട്ടി ഇവരുടേതല്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് തട്ടിക്കൊണ്ടുവന്നതാകാം. കൊല്ലം കുന്നിക്കോട് സ്വദേശിനിയുടേതാണ് കുട്ടിയെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. മാനസിക പ്രശ്നങ്ങളുള്ള അമ്മ തിങ്കളാഴ്ച വൈകുന്നേരം കുഞ്ഞിനെയും കൂട്ടി കൊല്ലം ബീച്ച് കാണാനെത്തി. ഇവിടെ നിന്ന് നാടോടി സ്ത്രീ കുഞ്ഞിനെ തട്ടിയെടുക്കുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ട് അവർക്ക് അത് കുട്ടിയെ നോക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അത് മുതലെടുത്ത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവര്. രാത്രിയാണ് ബന്ധുക്കളെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്തായാലും കുട്ടി സുരക്ഷിതയായിട്ടുണ്ട്, ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് മണിക്കൂറുകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുവന്ന 3.5 വയസ്സുകാരി പന്തളം പോലീസിന്റെ വാവയായി മാറുന്നു. അതായത് തീർച്ചയായിട്ടും ഇതൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരു താലോലിക്കലും ഒരു സ്നേഹവും ഒക്കെ കൊടുക്കുമല്ലോ. ആ ഒരു കാഴ്ച കൂടി ഈ ഒരു സംഭവത്തിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ KSRTC ബസ്സിൽ നിന്ന് കണ്ടക്ടർ അനീഷിന്റെ ഇടപെടൽ കാരണം കുട്ടി പോലീസിനരികിൽ എത്തുന്നു. പോലീസ് ആ കുട്ടിക്ക് വേണ്ട ഒരു തണൽ അല്ലെങ്കിൽ ഒരു സ്നേഹം, വാത്സല്യം ഒക്കെ നൽകുന്നു. അങ്ങനെ ഒരു നന്മയൊക്കെ തുളുമ്പി നിൽക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. സ്റ്റേഷനിൽ സ്ത്രീയെയും കുട്ടി എത്തിച്ച ശേഷം ബുക്കിംഗ് ഉള്ള വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് അത് പെട്ടെന്ന് തന്നെ പോയതില്ലെങ്കിൽ ആ കുട്ടിയെ അതിന്റെ ആൾക്കാരെ ഏൽപ്പിക്കുന്നത് വരെ അവരും അവിടെ നിൽക്കുമായിരുന്നിരിക്കാം. എന്തായാലും GD ചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K ജലജയാണ് കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഏതാനും നിമിഷം കൊണ്ട് തന്നെ അമ്മയെപ്പോലെ കുട്ടി ജലജയുമായി ഇണങ്ങി. മറ്റുള്ളവരും കുട്ടിക്ക് വാത്സല്യം നൽകി. ഈ നാടോടി സ്ത്രീക്കൊപ്പം മുഷിഞ്ഞ വേഷത്തിൽ നിന്ന കുട്ടിയെ കുളിപ്പിച്ച് പുത്തനുടുപ്പ്, പുത്തൻ ചെരുപ്പ് വാങ്ങി നൽകി. അപ്പോൾ തീർച്ചയായിട്ടും തട്ടിക്കൊണ്ടു പോകുന്നു, ആ കുട്ടിയെ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നു അല്ലേ, പെട്ടെന്ന് തന്നെ മാറ്റിയിരിക്കണം, അവരുടെ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും പോലീസ് എത്തി കുട്ടിക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങി നൽകി. അതും ഒരു ഇരട്ട കാഴ്ചയായിട്ട്
മാറി. ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് SI B ഷൈനും SI സന്തോഷ് കുമാറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടിയെ എടുത്ത് ലാളിച്ചു. അപ്പോൾ പകല് ജോലി ചെയ്ത് ക്ഷീണിച്ചെങ്കിലും രാത്രി വളരെ വൈകി ബന്ധുക്കളെത്തും വരെ പോലീസ് ഉദ്യോഗസ്ഥയായ K ജലജ ഡ്യൂട്ടിക്കിടെ ആ കുട്ടിയെ വേണ്ടും രീതിയിൽ സംരക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുറച്ച് സമയമേ കഴിയാനുള്ളൂ എങ്കിലും അവൾക്ക് വീടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇടമായി ആ ഒരു പന്തളം പോലീസ് സ്റ്റേഷൻ മാറി എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും രാത്രി 9 മണിയോടെയാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ വന്ന് കുട്ടിയെ കൊണ്ടുപോയത്. അപ്പോൾ കുട്ടി സുരക്ഷിതയായിട്ട് ഇരിക്കട്ടെ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ആ കുട്ടിക്കെന്നല്ല ഒരു കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതെ, KSRTC ബസ്സിലേക്ക് ഈ നാടോടി സ്ത്രീക്കൊപ്പം കയറിയ 3.5 വയസ്സുകാരി കണ്ടിട്ട് അനീഷിന്റെ കൈകളിൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താൻ സേഫ് ആയിരിക്കുമെന്ന് കരുതുന്ന ഒരിടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധ ആകർഷിക്കും. അത്തരത്തിലായിരിക്കാം ആ കണ്ടക്ടറുടെ കയ്യിൽ കുഞ്ഞ് പിടിക്കുകയാണ്. അപ്പോൾ ഈ വാത്സല്യം കാണിച്ച് അദ്ദേഹത്തിന്റെ സീറ്റിന് അരികിൽ നിന്ന് ആ 3.5 വയസ്സുകാർ പിന്നെ അങ്ങോട്ടൊന്നും മാറുന്നില്ല. കാരണം തനിക്കൊരു സുരക്ഷിതാ ബോധത്തോടെ അവൾ ആ ഒരു ഓരത്ത് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന്റെ മുഖവും കണ്ണുകളും ഒക്കെ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ അപ്പോൾ തന്നെ ഈ അനീഷിന് തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ കുളനട ഏഴിക്കാട് സ്വദേശിയായ കണ്ടക്ടറുടെ ഈ ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ ഒരു കുഞ്ഞിനെ രക്ഷിക്കാനായത്. ഈ നാടോടി സ്ത്രീ കൊല്ലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ 3.5 വയസ്സുകാർ, നമുക്കറിയാം കൊല്ലം ഓയൂരിലെ വിഷയമൊക്കെ നമുക്ക് കൺമുന്നിൽ ഇപ്പം തന്നെ ഉണ്ട്. കാരണം ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് ഭാര്യയും മകളും ചേർന്നാണ് ഈ ഭർത്താവിനൊപ്പം നിന്ന് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. അത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിഷയമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് പോലും ഈ നാടോടി സ്ത്രീകൾ നമ്മുടെ കുരുന്നുകളെ ലക്ഷ്യമിടുന്നത് കുറച്ച് ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതാണ്. ഈ വീട് വിട്ടിറങ്ങി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പലരെയും കണ്ടെത്താനായിട്ടുണ്ട് എങ്കിലും വർഷങ്ങളായി കണ്ടെത്താൻ കഴിയാത്തവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇന്നും നീർന്ന മാതാപിതാക്കളുണ്ട്. കണ്ടെത്താനാവാത്ത കുട്ടികളിൽ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവരുണ്ട്, ഈ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഓടിപ്പോയവരുണ്ട്, ഭിക്ഷാടന മാഫിയ, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതര സംസ്ഥാനക്കാർ, ഇവരൊക്കെയാണ് ഈ കുട്ടികൾ കാണാതാവുന്നതിന് പിന്നിൽ കൂടി വരുന്നത്. അപ്പോൾ ഈ ജില്ലയിലൊക്കെ നാടോടി സംഘങ്ങൾ ഏറ്റവും അധികം തട്ടിപ്പിനിറങ്ങുന്നത് ഈ ഗർഭിണികളാണെന്ന് വ്യാജനിക്കുകയാണ്. നമുക്കറിയാം, ഒരു ടൈമിലൊക്കെ ഈ നാടോടി സ്ത്രീകളെ കാണുമ്പോൾ നമ്മൾ കുഞ്ഞിലൊക്കെ ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. കാരണം വീട്ടുകാരൊക്കെ പറഞ്ഞു തന്നത് തന്നെ അവർ തട്ടിക്കൊണ്ടുപോയി നമ്മുടെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് നമ്മളെ കടത്തിക്കൊണ്ടു പോകും എന്നൊക്കെ പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇല്ലാത്ത വിഷയമൊന്നുമല്ല. കാരണം ഈ ചില തട്ടിപ്പ് സംഘങ്ങൾ, അതായത് ഈ ഭിക്ഷാടന മാഫിയ വെച്ച് തന്നെ നോക്കിയാൽ കാണാം, ഈ നാടോടി സ്ത്രീകളൊക്കെ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ പരിസരങ്ങളിൽ ചുറ്റും കാണാറുണ്ട്. ഈ തിരക്കേറിയ സ്ഥലത്തൊക്കെ ഇവർ തമ്പടിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. ഇവരുടെയൊക്കെ, അതായത് ഓരോ ആൾക്കാരുടെ കയ്യിലും ഓരോ കുഞ്ഞു വീതമാണ് ഇവരുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഭിക്ഷാടന മാഫിയ ഇല്ലാതാക്കണമെങ്കിൽ ഇവർക്ക് ക്യാഷ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു മാർഗം. കാരണം അത് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇവർ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ വെച്ച് ആ ഒരു അനുകമ്പ, നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്താണ് പൈസ കൊടുക്കുന്നത് എങ്കിൽ പോലും അവർ അത്തരത്തിൽ അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. അതായത് കുഞ്ഞുങ്ങളെ ശരീരത്തിൽ മുറിവുണ്ടാക്കുക, കുഞ്ഞുങ്ങൾക്ക് അസുഖമുണ്ടെന്ന് വരുത്തി തീർക്കുക, അവരെ എത്രത്തോളം മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടി നടത്താമോ അത്രത്തോളം മുഷിഞ്ഞ രീതിയിൽ നടത്തിക്കുക, ഭക്ഷണം കൊടുക്കാതെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് കൈ നീട്ടാൻ പഠിപ്പിക്കുക. അത്തരത്തിൽ പല കാര്യങ്ങളും ആ കുഞ്ഞുങ്ങളെ കൊണ്ട്, ആ കുഞ്ഞു കുരുന്നുകളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ അവരെ കാണുമ്പോൾ തണ്ടും തടിയും ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തുകൊണ്ട് ഇവർക്ക് ജോലി ചെയ്ത് ആ കുഞ്ഞുങ്ങളെ പോറ്റിക്കൂടാ, എന്തിനാണ് ഈ തെരുവിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുഞ്ഞുങ്ങളെ വെച്ച് പല സംഘങ്ങളും ഇത്തരത്തിലൊരു ഭിക്ഷാടന മാഫിയ തന്നെ രംഗത്തുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു യൂട്യൂബ് ചാനൽ, അദ്ദേഹം വളരെയധികം ഈ ഭിക്ഷാടന മാഫിയക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനെതിരെയുള്ള ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തുവിട്ടുണ്ട്. അതായത് ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത്, ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, അവരുടെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം അവരെ തേടി ഇറങ്ങുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിലായി ആ സ്ത്രീയെ കണ്ടെത്തിയെങ്കിലും പോലീസിനെ വിളിച്ചപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ മർദ്ദിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ചെയ്തത് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു സ്ത്രീയെ പൊതുജനത്തിന് മുന്നിൽ എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മർദ്ദിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു അന്വേഷണ സംഘം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് നോക്കണം.
തട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഇന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കണ്ണീരിനെ വിറ്റ് ജീവിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതെ നമ്മൾ നോക്കണം. നമ്മുടെ ചുറ്റിലുമുള്ള നാടോടി സ്ത്രീകൾ അവർ വരുന്നത് തന്നെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കാനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. കാരണം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ പണം വരുമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ചാനലിൽ തന്നെ പറയുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ട് അതായത് കുഞ്ഞുങ്ങളെ വെച്ച് വിലപേശാനായി പ്രസവിച്ചു കൊടുക്കാൻ പോലും സ്ത്രീകളുണ്ട്. അത്തരത്തിൽ ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് അവർ നടക്കുന്നത്. അതായത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചൊരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഇവർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രസവിച്ചു കൊടുക്കാൻ പോലും സ്ത്രീകൾ ഒരുക്കമാണ്. അപ്പോൾ ഇതൊക്കെ ഞെട്ടിക്കുന്ന പല അറിവുകളുമായിരുന്നു ആ ഒരു ചാനലിലൂടെ പുറത്തു വന്നത്. അപ്പോൾ ഈ ഒരു നാടോടി സ്ത്രീകളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതലായിട്ട്. നമ്മുടെ തിരുവനന്തപുരത്തും കുറവൊന്നുമല്ല. എങ്കിൽ പോലും പല നാടോടികളും ഇത്തരത്തിൽ ഒരു ഭിക്ഷാടന മാഫിയ വെച്ച് തന്നെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ പലതിനും നമുക്ക് കടിഞ്ഞാണിടേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഭരണകൂടം കൂടെ അതിന് തയ്യാറാകണം. തീർച്ചയായിട്ടും. മാത്രമല്ല ഇത്തരത്തിൽ കുട്ടികൾ തട്ടിക്കൊണ്ടും ഇപ്പോൾ നമ്മളെ ഓയൂര സംഭവം എടുത്താൽ നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു കേസിലെ പ്രതിയായ അനുപമ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ, കുട്ടികളൊക്കെ സുരക്ഷിതരായിട്ടിരിക്കട്ടെ. അപ്പോൾ ആ കുഞ്ഞു സുരക്ഷിത കരങ്ങളിൽ തന്നെ ഏറ്റവും ഒടുവിലായി എത്തിച്ചേർന്നു. സുരക്ഷിതമായി ആയിരിക്കട്ടെ. കാരണം അത് അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ ബന്ധുക്കളാണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ബന്ധുക്കൾ ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കരുതലും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. മാത്രമല്ല ഈ ഒരു ഇതുപോലത്തുള്ള ബുദ്ധിപരമായിട്ടുള്ള ഇടപെടൽ ആൾക്കാരിൽ നിന്നുണ്ടായിട്ട് ഒരുപാട് പേര് രക്ഷപ്പെടട്ടെ. അതെ, നമ്മൾ ബസ്സിലൊക്കെ കാണുമായിരിക്കുമല്ലേ, ഈ കുറേ പേരൊക്കെ ബസ്സിൽ കയറുന്നുണ്ട്. ഇവരുടെ ദേഹത്തൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ഉറക്കമായിരിക്കും. കാരണം നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളാവുമ്പോൾ ഒരു ടൈമൊക്കെ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പാല് കുടിക്കാനായി എഴുന്നേക്കും, കരയും, എല്ലാം ചെയ്യും. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു തുണിയിൽ കെട്ടി ഇവരെ കിടത്തിയിരിക്കും. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അനക്കവും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ തന്നെ പറയും, ഈ കുഞ്ഞുങ്ങളെ ബോധം കെടുത്തിയിരിക്കുന്നത്, ഇത്തരത്തിൽ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പല സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സംശയത്തിന്റെ കണ്ണിലൂടെയെങ്കിലും നോക്കണം. ചിലപ്പോൾ ആ ഒരു സംശയമായിരിക്കാം അവരെ ചിലപ്പോൾ പലതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുക. കാരണം ആ കണ്ടക്ടറുടെ ഇടപെടൽ പോലും ഒരു ചെറിയ സംശയമായിരുന്നു. കാരണം അവർ സംസാരിച്ചത് തമിഴും ഈ കുഞ്ഞ് സംസാരിക്കുന്നത് മലയാളവുമാണ്. അപ്പോൾ അത്തരത്തിലൊരു ചെറിയൊരു സംശയമാണ് ആ കുഞ്ഞിന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഇല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പലരും ഈ ഗർഭിണിയുടെ വേഷമൊക്കെ കെട്ടി മുതലെടുപ്പിനൊക്കെ ശ്രമിക്കും. ഈ പുരുഷന്മാർക്ക് ഈ ഒരു ടൈമിൽ ജോലിക്ക് പോകുന്ന വീടുകളൊക്കെ കണ്ടെത്തി വെക്കും. പകൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലാണ് ഇത്തരം തട്ടിപ്പൊക്കെ നടക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോവുക. അപ്പോൾ സംസ്ഥാനത്തിലെ നാടോടി സംഘങ്ങളിൽ നിന്നും കണ്ടെത്തിയ കുട്ടികളിൽ ഏറിയ പങ്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടു വന്നവരാണ്. ഇത്തരം സംഭവങ്ങളിൽ കുട്ടികളെ ഹോമുകളിലേക്ക് മാറ്റും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന കുട്ടികളെ കൂടുതലായിട്ടും ഇത്തരത്തിൽ ഈ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ബാലഭിക്ഷാടനം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിലധികം കുട്ടികളുമായി നാടോടി സ്ത്രീകൾ വീടുകൾ കയറിയിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ കുട്ടികളെ കാണാതായി പിന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി, അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിക്കൊണ്ടു പോകുന്നവർ പുതിയ അടവുകളാണ് സ്വീകരിക്കുന്നത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യം, സാമ്പത്തിക ഇതരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇവരെ ഇത്തരത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഈ ഓയൂരിലെ സംഭവം എടുക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് 10 ലക്ഷം രൂപ ആ കുടുംബത്തിൽ നിന്നും തട്ടിയെടുക്കുക, അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചു കിട്ടാൻ ഇത്രയും രൂപ നൽകണം എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ തട്ടിക്കൊണ്ടുപോയത്. ഇത്തരത്തിൽ സാമ്പത്തിക ലക്ഷ്യം വെച്ച് തട്ടിക്കൊണ്ടുപോകുന്നത് മറ്റാവശ്യങ്ങൾക്ക്, അതായത് കുട്ടികളെ അവർ തട്ടിക്കൊണ്ടുപോയി മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്ന രീതിയിൽ തട്ടിക്കൊണ്ടുപോകില്ല. അങ്ങനെ എത്രയോ കുട്ടികളൊക്കെ കടത്തിക്കൊണ്ടുപോകുന്നത്, മനുഷ്യക്കടത്തൊക്കെ നമ്മൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ സുരക്ഷിതരാക്കി മാതാപിതാക്കൾ വെക്കുക എന്നതാണ് ചെയ്യാവുന്ന ഏറ്റവും വലിയ മുൻകരുതലും ഏറ്റവും വലിയ ആദ്യത്തെ നടപടിയും. അതെ, ഈ കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിട്ട് അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മനുഷ്യക്കടത്ത്, കുട്ടികളെ ദത്തെടുക്കൽ, ഭിക്ഷാടനം, ബാലവേല, അവയവദാനം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മാഫിയ സംഘങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ലക്ഷ്യമിട്ട് നടത്തുന്നവർ തന്നെ. അപ്പൊ ഇവർക്കൊക്കെ സാമ്പത്തിക നേട്ടത്തിനായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് തന്നെ. അപ്പോൾ കുട്ടികളെ സാമ്പത്തികമല്ലാതെ തട്ടിക്കൊണ്ടു പോകുന്ന കുറ്റവാളികളുമുണ്ട്. അതായത് കുടുംബത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും തരത്തിൽ അപരിചിതമായി ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു അത്
ചിലപ്പോൾ മറ്റെന്തെങ്കിലും ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഭിക്ഷാടനം എന്ന് പറയുന്ന ഒരു മാഫിയ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു അനുകമ്പ നേടിയെടുത്ത് അതിലൂടെ പൈസ തട്ടി അത് വീതിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു ടാർഗറ്റാണ് ഇവർക്കിടയിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്താൽ പോലും ലക്ഷങ്ങൾ കിട്ടുന്ന ഏർപ്പാട് ഇവർക്കിടയിൽ തന്നെ ഉണ്ട്. അത്തരത്തിലൊന്നാകാം ഈ കൊല്ലത്തുള്ള ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഇവർ നടത്താൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്നൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകേണ്ട ഒരു ആവശ്യം ഇവർക്കില്ല. ഇവരുടെ കൈവശം പോലും പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മറ്റേതെങ്കിലും ഏജന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞിനെ കൈമാറി അവർക്ക് ആവശ്യമുള്ള പണം അവർക്ക് തട്ടിയെടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അവർക്ക് എത്താം. അപ്പോൾ എന്തായിരുന്നാലും ചെറിയ പ്രായം മുതൽക്ക് തന്നെ എത്ര പരിചയമുള്ളവരാണെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിക്കുകയോ മറ്റെന്തെങ്കിലും സമ്മാനങ്ങൾ തരാമെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പോകരുത് എന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഈ മാതാപിതാക്കൾ ആരും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ വീട്ടിൽ തനിച്ചാവുന്ന സാഹചര്യമൊക്കെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ അവരെ ശ്രദ്ധിക്കാനുള്ള അയൽപ്പക്ക ജാഗ്രതയും കൂടെ കാണിക്കണം. നമ്മൾ അപ്പുറത്തേക്ക് ഒരാളില്ല എന്ന് കാണുമ്പോൾ ജസ്റ്റ് ആ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളെ കാണാനില്ല എന്നുള്ള കേസിൽ അന്വേഷണത്തിന് പ്രത്യേക പ്രോട്ടോകോൾ കൊണ്ടുവരാനൊക്കെ പോലീസിനാകണം എന്നതാണ് വിദഗ്ധരൊക്കെ ആവശ്യപ്പെടുന്നത്. കുട്ടികൾക്ക് അടിയന്തര സഹായത്തിനായി 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നൊക്കെ നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ ബന്ധപ്പെടണം. നമ്മുടെ കുരുന്നുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. നമ്മുടെ ചുറ്റിലുമൊക്കെ ഒരു കണ്ണ് ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊരു കുഞ്ഞ് അപകടത്തിലാണ് എന്ന് തോന്നിയാൽ അത് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു കരം, അത് ഒരു സഹായം, അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്.